ചോദ്യം ഞാൻ വായിക്കാം. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സെക്കൻഡ് സമയമെടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്സ് എന്താണ്, എന്താ ചോദിച്ചേക്കുന്നത്, എത്ര സെക്കൻഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ടൈമാണ് ചോദിച്ചേക്കുന്നത്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഫോർമുല. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഇത്രേ അറിയേണ്ട കാര്യമുള്ളൂ ഈ ട്രെയിനിൻ്റെ ചോദ്യത്തിലാണെങ്കിലും. പക്ഷേ ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എത്രയാണ് ഈ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് എന്നതൊരു പ്രശ്നമാണ്. എത്ര ഡിസ്റ്റൻസ് എടുക്കും ഇതിൽ എന്നുള്ളത്. ഡിസ്റ്റൻസ് നോർമലി എന്താണ്, ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ്, അതായത് നീളം 450 മീറ്റർ നീളമുള്ള പാലത്തിലേക്കൂടെ കടക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ ഡിസ്റ്റൻസും കൂടി എടുക്കണം. അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പം ഇതിലത്രേ പ്രശ്നമുള്ളൂ. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്തെടുക്കണം, ഒരു പോസ്റ്റ് ആണെങ്കിൽ അതിന് ഡിസ്റ്റൻസ് നെഗ്ലിജിബിളാണ്, അതെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പാലാവുമ്പോൾ അതിൻ്റെ എടുക്കണം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് എത്രയാണ്, 150 പ്ലസ് 450 600 എത്ര, 150 മീറ്റർ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസും 450 പാലത്തിൻ്റെ ഡിസ്റ്റൻസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും, 600 മീറ്റർ ഡിസ്റ്റൻസ് ഏതിന് വന്നു, ടോട്ടൽ ഡിസ്റ്റൻസായി എടുക്കേണ്ടി വന്നു. കാരണം പാലത്തിൻ്റെ നീളം നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം 3 ഇരട്ടി മുകളിലാണ് പാലത്തിൻ്റെ നീളം. അപ്പോൾ ഒരു പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി, ട്രെയിനിൻ്റെ ലെങ്ത്ത് മാത്രം എടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇക്വേഷൻ ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം. അപ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ്, എത്രയാണ് 600, സ്പീഡ് എത്രയാണ്, സ്പീഡ് 54 കിലോമീറ്റർ പെർ അവറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെത്രയാണ് ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്, സെക്കൻഡാണ്. അപ്പോൾ ഇത് മീറ്ററിലാണ്, 600 മീറ്ററാണ്. സ്പീഡ് അപ്പോൾ എത്രയാണ്, സ്പീഡ് ഈക്വൽ ടു 54 കിലോമീറ്റർ പെർ അവറാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൺവേർഷൻ എന്താണ്, 54 ഇൻറ്റു 5/18 324. ഇതെത്രയാണ്, 324 2, അപ്പോൾ 3 കട്ട് ചെയ്ത് പോവില്ലേ, 1 ഇത് 3, അപ്പോൾ എത്ര കിട്ടും, 15 മീറ്റർ പെർ സെക്കൻഡായി സ്പീഡ്. മനസ്സിലായോ? 54 കിലോമീറ്റർ പെർ അവറിനെ 5/18 വെച്ച് നോക്കിയാലാണ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലെ വാല്യൂ കിട്ടും. പിന്നെ എളുപ്പമില്ലേ. ഇനി സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇപ്പോൾ ഇതിൽ തെറ്റാണ് ഞാനിപ്പോൾ എഴുതിയത്, ഇത് ടൈമാണ്. കാരണം 15 എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. പിന്നെ എത്ര പോകും, എത്രയാണ് കറക്റ്റായിട്ട്, ഇതൊന്നും ഇത് 4 പോവില്ലേ, എത്രയായി, 40 ഉത്തരം. മനസ്സിലായില്ലേ? ഇതിപ്പം 15 4 തവണ പോകും 60. അപ്പോൾ ബാക്കിയുള്ള 0 എടുത്ത് എഴുതി. എത്രയാണ് നമുക്ക് ഉത്തരം കിട്ടിയത്, 40 സെക്കൻഡാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. ശരിയാണോ? അവിടെ 40 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ലേ, 40 സെക്കൻഡ്, 40 സെക്കൻഡ്, ഇതാണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ പാലം കടക്കാൻ എത്ര സമയമാണെന്നൊക്കെ പറഞ്ഞ കേസുകളിൽ നോർമലി ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷേ ഏതിനാണ് പാസ് ചെയ്ത് പോകുന്നത്, ബ്രിഡ്ജാണോ, പോളാണോ, പോസ്റ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇതിലിപ്പോൾ ബ്രിഡ്ജ് ആയതുകൊണ്ട് ബ്രിഡ്ജിൻ്റെ നീളം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല, കാരണം വലിയ ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതും കൂടി എടുക്കും ഡിസ്റ്റൻസിൽ, ഈ മുകളിലത്തെ വാല്യൂവിൽ. അതാണ് നമുക്ക് ആകെ ഓർക്കേണ്ട ഒരു കാര്യം. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം എന്ന് പറഞ്ഞ് ആ പോർഷനിലൊക്കെ വരുന്ന ട്രെയിനിൻ്റെ ക്വസ്റ്റ്യനായിട്ട് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ.